ഹലോ സാഹോസ്, നമ്മുടെ കേരളത്തിൽ മൂന്നാമത്തെ ഒരു വന്ദേ ഭാരത് വന്നിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ബംഗളൂരു തൊട്ട് നമ്മുടെ എറണാകുളം സൗത്ത് വരെ പോകുന്ന ഒരു ട്രെയിനാണ് ഇത്. ജോലാർപേട്ട് തൊട്ട് നമ്മുടെ KSR ബംഗളൂരു വരെ 130 km/h ആണ് ഈ വണ്ടിയുടെ സ്പീഡ്, മാക്സിമം സ്പീഡ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്ന വഴി തന്നെ നമ്മുടെ ഒരു മലയാളി ട്രാവലറിനെ കണ്ടു. അതുപോലെ നമ്മുടെ കുറേ റെയിൽ ഫാൻസിനെയും കണ്ട് അവരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് വരുന്ന വഴിയാണ്. പിന്നെ എനിക്ക് പിന്നെ സങ്കടമുള്ളതെന്ന് വെച്ചാൽ ഞാനത് രാത്രി ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ജോലി തിരക്ക് കാരണം കൊണ്ട് എനിക്ക് കിട്ടിയില്ല. അപ്പം കൂട്ടുകാരന് പാസ് ഒപ്പിച്ചേരും, നീ വാ 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 എന്ന് പറഞ്ഞ് കുറേ റെക്കമെൻഡ് ചെയ്ത് എനിക്ക് വരാൻ പറ്റിയില്ല ഈ ഒരു കാരണം കൊണ്ട്. അതൊക്കെയാണ്. അപ്പം നമ്മളിന്ന് പോകുന്നത് വെച്ചാൽ നമ്മൾ AC ചേർക്കാറിലാണ്. അപ്പോൾ AC ചേർക്കാനാണെങ്കിൽ 3:2 ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റാണ് ഇതിന് വെച്ചേക്കുന്നത്. അപ്പോൾ സീറ്റിനകത്ത് ഞാൻ ഇരുന്നപ്പം ഒരു കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമല്ല ഒരു ട്രേ വെക്കുന്ന സപ്പോർട്ടുണ്ട്. അതുമല്ല നമുക്ക് ഈ വണ്ടിയിൽ ഒരു പുഷ് ബാക്ക് സീറ്റ് കംഫോർട്ടുണ്ട്. ഒരു അത്യാവശ്യം നമുക്ക് പുഷ് ബാക്ക് ഇത് ചരിഞ്ഞ് യാത്ര ചെയ്യാനാണ്. ഒരു 9 മണിക്കൂർ യാത്രയൊക്കെ കുഴപ്പമില്ലാതെ നമുക്ക് DGയിൽ പോകുന്നതാണ്. തൊട്ട് താഴെ തന്നെ നമുക്ക് ഒരു ചാർജിങ് സപ്പോർട്ട്, ഒരു പ്ലഗ് ഉണ്ട്. അതേസമയം USB ആയിട്ട് USB ചാർജ് ചെയ്യാവുന്നതാണ്. അതുമില്ല, ഇതാണ് നമ്മുടെ റെസ്റ്റ് റൂമിൻ്റെ ഒരു വ്യൂ. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ACയുടെ എക്സിക്യൂട്ടീവ് ചെയർ കാർ E1 എന്ന് പറയുന്നതാണ്. ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ 2x2 സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. സീറ്റ് അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു കംഫർട്ടബിളാണ്. അതുമില്ല, നെക്കിന് നല്ല സപ്പോർട്ടുണ്ട്. ഇനി നിങ്ങൾ മുന്നിൽ കാണുന്ന ഒരു പോക്കറ്റ് സപ്പോർട്ടൊക്കെ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ട്രേ ഒക്കെ എടുത്തുവാണെങ്കിൽ ഒരു എയർ ക്രാഫ്റ്റ് സ്റ്റൈലൊക്കെയാണ്. അത് സൈഡിൽ നിന്നൊക്കെ പൊക്കി എടുത്ത് കഴിഞ്ഞായിട്ടാണ് ഒരു ഇതിൻ്റെ ട്രേ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി. അതുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഈ ഒരു ടേൺ ചെയ്തൊരു വിൻഡോസ് ആയാലും വ്യൂ ആണ്. അതല്ല, സെയിം ആസ് നമ്മുടെ ACയുടെ ചെയർ കാർ പോലത്തെ സെയിം ചാർജിങ് സെറ്റപ്പൊക്കെയാണ്. അതൊക്കെയാണ്. അപ്പം ഇതാണ് നമ്മുടെ വിശേഷം കാര്യം. പിന്നെ കുറച്ചെനിക്ക് എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇൻഫർമേഷൻ കാര്യം നമ്മുടെ സ്ക്രീനിലും അറിയും. മേലെ നമ്മുടെ ട്രെയിനിൻ്റെ കറണ്ട് സ്പീഡ്, ഏത് ബോഗിയാണ്, അതെല്ലാം ഇതിൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ക്രീനിലാണെങ്കിൽ നമ്മുടെ ഈ ട്രെയിൻ എവിടെ പോകുന്നു, അടുത്ത സ്റ്റേഷൻ ഏതാണ്, അതൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എടുത്ത് പറയാൻ എക്സിക്യൂട്ടീവ് ചെയർ കാറിൻ്റെ റെസ്റ്റ് റൂമാണ്. കുഴപ്പമില്ല, വെൽ മെയിൻറ്റൈൻഡ് ആയിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നത്. ഫസ്റ്റ് ട്രെയിൻ ആയിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ എനിക്ക് വേറെ കാണുന്നത് ഇതിൻ്റെ ഒരു ഓവൻ സെറ്റപ്പ് കണ്ടല്ലോ. ഈ ഓവൻ സെറ്റപ്പ് നമ്മുടെ രാജധാനി, ശതാബ്ദി എല്ലാ ട്രെയിൻസിലും നമുക്ക് ഇപ്പോൾ കാണുന്നതാണ്. ഈ സെയിം സെറ്റപ്പ് ഇതിന് വെച്ചുകൊണ്ട് നമ്മുടെ ഫുഡൊക്കെ വന്നു കഴിഞ്ഞാൽ ചൂടായി വെക്കാൻ വേണ്ടിയാണ് ഈ ഒരു സെറ്റപ്പ്. അപ്പോൾ സഹോസ്, ഇതൊക്കെയാണ് നമ്മുടെ വന്ദേ ഭാരതിൻ്റെ വിശേഷം കാര്യങ്ങൾ. അപ്പം ഇതോടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ഫോർ മൈ Instagram. അപ്പോൾ ശരിയെന്നാ, ബൈ.